നമസ്തേ. രാമായണത്തിലെ അഹല്യ മോക്ഷം ഭാഗമാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ഭഗവാൻ ശ്രീരാമചന്ദ്ര പരമാത്മാവ് വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്കായി പോകുമ്പോൾ വിശ്വാമിത്രൻ ഒരു ആശ്രമ പ്രദേശത്ത് വനത്തിനുള്ളിൽ എത്തുന്നുണ്ട്. അവിടെ ആ ആശ്രമം കണ്ടുകൊണ്ട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എന്താണ്, ഒരു പവിത്രമായ അന്തരീക്ഷമാണല്ലോ ഇവിടെ കാണുന്നത്, ഒരു ആശ്രമത്തിൻ്റെ പരിശുദ്ധി ഇവിടെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സാക്ഷാൽ അഹല്യ ചരിതം പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മനന്ദിനിയാണ് അഹല്യ. അഹല്യയെ ഗൗതമൻ വിവാഹം ചെയ്തു. അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അങ്ങനെയിരിക്കെ അഹല്യയുടെ ശരീര സൗന്ദര്യം കണ്ടു ഭ്രമിച്ച് ഇന്ദ്രൻ എങ്ങനെയെങ്കിലും അഹല്യയെ ഒന്ന് പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഒരു ദിവസം വിശ്വാമിത്ര മുനി ഗൗതമ മുനി തൻ്റെ സന്ധ്യാവന്തനത്തിനായി പോകുന്ന സമയത്ത് ഇന്ദ്രൻ ഗൗതമൻ്റെ രൂപം പ്രാപിച്ച് അഹല്യ ഇവിടെ ആശ്രമത്തിലെത്തുകയും അഹല്യയെ പ്രാപിക്കുകയും ചെയ്യുന്ന കഥ നമ്മൾ രാമായണത്തിൽ പാരായണം ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് കടന്നു വരുന്ന ഗൗതമൻ ഇന്ദ്രനെ ശപിക്കുകയും ഒക്കെ ചെയ്യുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ സ്വാഭാവികമായും അഹല്യയെ ശപിക്കുന്നുണ്ട്. കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം എന്നാണ് പറയുക. കാമകിങ്കരെ എന്നാണ് സംബോധന ചെയ്തത്. യഥാർത്ഥത്തിൽ നമുക്ക് ദേഷ്യം തോന്നുന്ന ആരോടാണ്? ഗൗതമ മുനിയോടാണ്. കാരണം സ്വന്തം ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചല്ലേ അഹല്യ ഗൗതമന് ഇന്ദ്രന് വഴങ്ങിക്കൊടുത്തത് എന്ന് വേണമെങ്കിൽ ഒരു വാദഗതി വയ്ക്കാം. സത്യത്തിൽ എന്താണ് സംഭവം? ഇവിടെ സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത് ആ സമയം അത് മറ്റ് ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ട സമയമല്ലാതെ, പ്രത്യേകിച്ച് രതി സംയോഗത്തിന് പറ്റിയ സമയമേ അല്ലാതെ അങ്ങനെ ചെയ്യാനും പാടില്ല. ന്യായശാസ്ത്രത്തിൻ്റെ കർത്താവാണ് ഗൗതമ മുനി. അതുകൊണ്ടാണ് ഗൗതമൻ കാമകിങ്കരെ എന്ന് വിളിച്ചത്. സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും കാമപീഡിതമായ മനസ്സോടുകൂടി ഭാര്യയെ സമീപിച്ചാൽ ധർമ്മപത്നി അതിനു വഴങ്ങാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു ഈ കഥ. അത് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. കാമപീഡിതമായ സ്ത്രീഹൃദയം കരിങ്കല്ലിന് തുല്യമാണെന്ന് പഠിപ്പിക്കുന്നു ഈ രാമായണ ഭാഗം. ഇതാണ് അഹല്യ മോക്ഷം. ഇത് പ്രത്യേകമായി എല്ലാവരുടെയും ശ്രദ്ധയിൽ വരേണ്ടതാണ്. നമസ്തേ.